ബാംഗ്ലൂരിൽ നമ്മൾ പോയപ്പോൾ ഒരു ഡോക്ടറെ പരിചയപ്പെട്ടു. ആ ഡോക്ടറുടെ കഥ അവിടെയുള്ള നാട്ടുകാർ പറഞ്ഞത്, രാത്രി മഴയുള്ള സമയത്ത് കൊട ചൂടിക്കൊണ്ട് മലയിറങ്ങി വന്നിട്ട് ഒരു പാവപ്പെട്ട ഒരു പണിക്കാരന്റെ, ഒരു കൂലിപ്പണിക്കാരന്റെ ഭാര്യക്ക് അസുഖം വന്നപ്പോ അവിടെ വന്നിട്ട് ചികിത്സിച്ചിട്ട് മരുന്നിന് പോലും പൈസ വാങ്ങാതെ തിരിച്ചുപോയ ഒരു ഫറൂഖ് ഡോക്ടറുണ്ട് ബാംഗ്ലൂരിൽ. അദ്ദേഹം റാങ്ക് ഹോൾഡർ ആണ്. അദ്ദേഹത്തിന് സ്വന്തമായ ആശുപത്രിയുണ്ട്. ആ ആശുപത്രിയിലെ മെയിൻ ഡോക്ടറായിട്ടുള്ള ചീഫ് ഡോക്ടർ ഇങ്ങനെ ഇറങ്ങിപ്പോയിട്ട് ആ പാവപ്പെട്ട ഒരു കുടിലെ ഒരു പാവം അമ്മക്ക് വേണ്ടിയിട്ട് ഒരു ഗുളിക എഴുതി കൊടുക്കാൻ വേണ്ടിയിട്ട് തയ്യാറായ ഡോക്ടർമാരുണ്ട് എങ്കിൽ അങ്ങനത്തെ ഒരു ഡോക്ടറായിട്ട് മാറട്ടെ നമ്മുടെ മക്കൾ. അതല്ല, പാവപ്പെട്ട ആൾക്കാരെ ചൂഷണം ചെയ്യുന്ന ഡോക്ടറായിട്ട് നമ്മുടെ ആൾക്കാർ മാറരുത്, നമ്മുടെ മക്കളും മാറരുത്. പൈസ കൊടുത്ത് പഠിപ്പിച്ചാൽ ചിലപ്പോൾ ചൂഷണത്തിലേക്ക് നമ്മുടെ മക്കൾ പോകേണ്ടി വരും. അതേപോലെ പാവങ്ങളായ ആൾക്കാർ ഒരു പെരക്ക് ഒരു 2 വര ഒന്ന് വരച്ചു തരണം എന്ന് പറയുമ്പോൾ അതിന് 5000-ഉം 10,000-ഉം വാങ്ങുന്ന എഞ്ചിനീയർമാരെ അല്ല നമുക്ക് വേണ്ടത്. പാവപ്പെട്ട ആയിരക്കണക്കിന് ആളുകൾക്ക് പ്ലാന് വരച്ചു കൊടുത്തിട്ട് അവരുടെ വാർപ്പിന്റെ അന്ന് വന്നിട്ട് അവന് സമയമുണ്ടെങ്കിൽ അതൊന്ന് കുത്തിക്കൊടുക്കുന്ന, അവന്റെ മെറ്റലൊന്ന് കുത്തിക്കൊടുക്കുന്ന ഒരു എഞ്ചിനീയറെയാണ് നമുക്ക് വേണ്ടത്. പാവപ്പെട്ട ആളുകൾ എന്തെങ്കിലുമൊക്കെ തുടങ്ങുമ്പോൾ അവനക്ക് ആർക്കിയോളജിക്കലി വേണ്ട, ആർക്കിടെക്ചർപരമായി വേണ്ട, എന്തെങ്കിലുമൊക്കെ കഴിവുകൾ വേണോ അത് കൊടുക്കുന്ന സന്നദ്ധമായ എഞ്ചിനീയേഴ്സ്. അവന്റെ ബിസിനസ് നടക്കട്ടെ, അതോടൊപ്പം പാവങ്ങളായ ആളുകളെ സംരക്ഷിക്കുകയും ചെയ്യട്ടെ. ബിസിനസ്സുകാർ, പാവം ടാറ്റ സഞ്ചരിക്കുന്നത് വെറും ഇതിലാണ്. ഈ അടുത്തിടെ അദ്ദേഹത്തെ പറ്റി ഒരു ആർട്ടിക്കിൾ വന്നിരുന്നു, നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും. നമ്മുടെ ഇന്ത്യയിലെ ബിസിനസ്സിലെ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ടാറ്റ സഞ്ചരിക്കുന്ന ഇൻഡിക്ക കാറിലാണ്. അദ്ദേഹത്തിന് എന്തൊക്കെ കാറുകൾ വാങ്ങാം. ഇൻഡിക്ക, നമ്മുടെ സാധാരണക്കാർ പോലും ഓട്ടാൻ സംശയിച്ചു നിൽക്കുന്ന ഇൻഡിക്ക കാറിൽ അദ്ദേഹം സാധാരണക്കാരായി നടക്കുകയാണ്. ഒരു വർഷം 1000 വീട് വെച്ചു കൊടുക്കുന്ന ഒരു ഇന്ത്യയിലെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബിസിനസ്സുകാരൻ. ഒരു വർഷം പാവങ്ങൾക്ക്. നിങ്ങൾ വിചാരിക്കണ്ട ഏതെങ്കിലും ബിസിനസ്സുകാർ എങ്ങനെ, പക്ഷെ അംബാനി ആ കൂട്ടത്തിൽ പെടുത്തുന്നില്ലല്ലോ. ഇന്ത്യയിലെ ബിസിനസ്സുകാരിൽ ഏറ്റവും ടോപ്പായിട്ട് അംബാനിയെ പെടുത്തുന്നില്ല. പൈസയുടെ കാര്യത്തിൽ ചിലപ്പോൾ പെടുത്തുന്നുണ്ടാകാം. പക്ഷെ ടാറ്റ എന്തുകൊണ്ടായി? അദ്ദേഹം ഡെറാഡൂണിലെ ഡൂൺസ് സ്കൂളിൽ പഠിച്ചതാ. ആ ഡൂൺസ് സ്കൂളിൽ നിന്ന് ഞാനൊരിക്കൽ ഉച്ചക്ക് ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. ആ സമയത്ത് അവിടെ വിളമ്പി കൊടുക്കുന്നത് 6ാം ക്ലാസ്സിലെ 7ാം ക്ലാസ്സിലെ മക്കളാണ്. ഞാൻ അവിടുത്തെ RK നായരോട് ചോദിച്ചു, അക്കാഡമിക് ഡീനാണ്. അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ പറ, എന്തിനാണ് ഈ കുട്ടികളെ കൊണ്ട് ഇത് ചെയ്യിക്കുന്നത്? അദ്ദേഹം പറഞ്ഞ മറുപടി, ഇവർ ഭാവിയിൽ ഇന്ത്യയെ സെർവ് ചെയ്യേണ്ടവരാണ്. ഈ കുട്ടികളാണ് നാളെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിമാർ. ഈ കുട്ടികളാണ് നാളെ ഭാവിയിൽ ഇന്ത്യയുടെ പ്രസിഡന്റുമാർ. അതുകൊണ്ട് ഇവരെ നാളെ ഇന്ത്യയെ സെർവ് ചെയ്യണം. അതിനിപ്പം തന്നെ അവർ ചോറ് കൊടുത്ത് സെർവ് ചെയ്യട്ടെ. നമ്മളെ മക്കളെ ഏതൊരു ഗോസിപ്പിന്റെ പേരിലാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പോയത് ഗുഡ് ഷെപ്പേർഡിലാണ്. ഗുഡ് ഷെപ്പേർഡ് സ്കൂൾ 6 കുട്ടികൾക്ക് ഒരു അധ്യാപകനാണ്. ഭക്ഷണം കൊടുക്കലോ അവര്, ആ കുട്ടികൾ സ്പൂണുണ്ട് എടുക്കും, കഴിക്കുന്നു മാത്രം. വേറൊക്കെ അങ്ങനെ തന്നെ. ഗുഡ് ഷെപ്പേർഡിലെ കുട്ടികൾ എവിടെയും എത്തി എന്ന് ഇന്ന് വരെ നമ്മൾ അറിഞ്ഞിട്ടില്ല. ഞാൻ ആ സ്കൂളിനെ വിമർശിക്കല്ല, പക്ഷേ കൾച്ചർ, നമ്മുടെ മക്കൾക്ക് ഗോസിപ്പ് കൊടുത്തിട്ട് വെറും ബോൺസായികളാക്കിയിട്ട് നിർത്തേണ്ടെന്ന ആവശ്യം നമുക്കില്ല. ബ്രോയിലർ കോഴികളാക്കരുത് നമ്മുടെ മക്കളെ. തൻ്റെ അടികളായി സമൂഹത്തോട് പ്രതിബദ്ധതയുള്ള ഏറ്റവും സ്ട്രോങ് ആയ മക്കളാക്കിയിട്ട് നമ്മളെ മക്കളെ മാറ്റണം. അതിന് വേണ്ടത് 2 കാര്യങ്ങളാണ്. ഞാൻ നിർത്തുകയാണ്. ഒന്ന്, നിങ്ങളുടെ കൾച്ചർ നിങ്ങൾ പുറത്തെടുക്കണം. ഈ കാണുന്ന രക്ഷിതാക്കൾ ഓരോരുത്തരും നമ്മുടെ മക്കളെ സ്നേഹിക്കാനും സന്നദ്ധമായ രീതിയിലാക്കാനും അവരെ ഏറ്റവും കൂടുതൽ ലാളിച്ച് സ്നേഹിച്ച് ഏറ്റവും നല്ല അവസ്ഥയിലെത്തിക്കാനുള്ള ഒരു സ്നേഹത്തിന്റെ അറ്റ്മോസ്ഫിയർ നമ്മുടെ വീടുകളിൽ, നമ്മുടെ ചുറ്റുപാടുകൾ ഉണ്ടാക്കണം. നമ്പർ 1. നമ്പർ 2, അവർക്ക് ലോകത്തിന്റെ എല്ലാ ഭാഗത്തേക്കും കയറിപ്പോകാനുള്ള ടെസ്റ്റുകൾ നമ്മുടെ മക്കൾക്ക് വേണ്ടി നടക്കണം. അത് കോട്ടയത്ത് നടക്കുന്നുവെങ്കിൽ ഈ മലപ്പുറത്ത് നടക്കണം. അത് കൊല്ലത്ത് നടക്കുന്നുവെങ്കിൽ ഇവിടെയും നടക്കണം. ബാംഗ്ലൂർ സിറ്റിയിൽ നടക്കുന്നുവെങ്കിൽ ഇവിടെയും നടക്കണം. ഹൈദരാബാദ് സിറ്റിയിൽ നടക്കുന്നുവെങ്കിൽ ഇവിടെയും നടക്കണം. അത് ഡൽഹി സിറ്റിയിലും നടക്കുന്നുവെങ്കിൽ ഈ കോട്ടക്കലിലും നടക്കണം. അതിനുവേണ്ടി ഞങ്ങൾ സന്നദ്ധമാണ്. അതിനുവേണ്ടി മാത്രം ഈ ഇരിക്കുന്ന പാരന്റ്സിനോട് നമ്മൾ പറയട്ടെ, അവസാനമായിട്ട് നമ്മളുടെ ഒരു ചെറിയ ഓഫർ എന്ന് നിങ്ങൾ വിചാരിച്ചോളൂ. നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി അങ്ങനെ ഒരു ടെസ്റ്റ് നടത്താൻ ഞാൻ തയ്യാറാണ്. നിങ്ങൾ ഇവിടെ അവർ മാഷോട് പറഞ്ഞിട്ട് സ്കൂളുമായി ബന്ധപ്പെട്ട് ബി സ്കൂൾ ഇതിന്റെ അപ്പുറത്ത് തന്നെയാണ്, അവിടെ വന്നിട്ട് അല്ലെങ്കിൽ സ്കൂളിൽ വെച്ചിട്ടോ അത് ചെയ്യാൻ നമ്മൾ തയ്യാറാണ്. അതിന്റെ പേരിൽ 5 പൈസ പോലും നിങ്ങൾ ഞങ്ങൾക്ക് തരേണ്ടതില്ല. നമ്മുടെ മക്കൾ എത്തട്ടെ, ഈ കോട്ടക്കലിലെ മുഴുവൻ മക്കളും എത്തട്ടെ, ലോകത്തിന്റെ നാനാഭാഗത്തേക്കും എത്തട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ആശീർവദിച്ചുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന എല്ലാ അധ്യാപകർക്കും അതോടൊപ്പം ഇതിൻ്റെ മേധാവികൾക്കും പ്രത്യേകിച്ച് അവർ മാഷയ്ക്കും അതേമാതിരി തന്നെ TP ബാബ സാഹിബിനും അതേമാതിരി നമ്മുടെ അസീസ് സാറിനും മറ്റുള്ള എല്ലാ സാറന്മാർക്കും പ്രിയപ്പെട്ട എല്ലാ രക്ഷിതാക്കൾക്കും സകല ഭാവുകങ്ങളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നന്ദി.